കഴിഞ്ഞ ദിവസം ഇന്റലിജന്റ് ഡിസൈൻ ആർഗ്യുമെന്റ് എന്താണ് എന്ന് നമ്മൾ പറഞ്ഞു. ഇനി പ്രപഞ്ചത്തിൽ ഒട്ടനേകം ആയിരക്കണക്കിന് വേണമെങ്കിൽ ലക്ഷക്കണക്കിന് അതിലും അപ്പുറം ഇന്റലിജന്റ് കോംപ്ലക്സിറ്റികൾ, അതിൻ്റെ ഘടനയും വ്യവസ്ഥയും വളരെ സിസ്റ്റമാറ്റിക്കായ സങ്കീർണമായ ബുദ്ധിപരമായ ഓർഡറിലാണ് ഉള്ളത് എന്നതിന് ഒട്ടനേകം ഉദാഹരണങ്ങളുണ്ട്. ഏതാനും ഒന്ന് രണ്ട് ഉദാഹരണങ്ങളിലൂടെ ഒന്ന് കണ്ണോടിക്കുക മാത്രമാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. പ്രപഞ്ചത്തിലെ ഓരോ ജീവജാലങ്ങളെയും സസ്യലതാദികളെയും ഒക്കെ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അതിൻ്റെ അകത്ത് നടക്കുന്ന പ്രവർത്തനങ്ങൾ നമ്മളെ ഞെട്ടിച്ചു കളയുന്ന അത്രയും അത്ഭുതകരമാണ്. ശാസ്ത്രീയമായി ഓരോന്നും നമ്മൾ അകത്തേക്കിറങ്ങി പഠിക്കുമ്പോൾ വളരെ ലളിതമായി നമ്മൾ അധികം മൈക്രോ നാനോ ലെവലിലേക്കൊന്നും ഇറങ്ങിച്ചല്ലാതെ നമ്മൾ പുറമെ കാണുന്ന ജീവജാലങ്ങളിലെ പ്രത്യുൽപാദന വ്യവസ്ഥ, അവയുടെ പ്രോസസ്സുകളെ ഒന്ന് പഠിച്ചു നോക്കിയാൽ, ഉദാഹരണത്തിന് നമുക്ക് കങ്കാരുവിനെ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നമുക്കറിയാം, പെൺ കങ്കാരുകളുടെ വയറ്റിൽ ഉദരഭാഗത്തൊരു സഞ്ചിയുണ്ട് എന്ന് നമുക്കൊക്കെ അറിയാം. എന്നാൽ ഈ കങ്കാരു ഒരു കുട്ടിയെ പ്രസവിക്കുന്ന ആ കുട്ടിയുടെ വളർച്ച പൂർത്തിയാകുന്ന പ്രോസസ് ഒന്ന് നമ്മൾ പഠിച്ചു നോക്കിയാൽ ഇതിൻ്റെ പിന്നിൽ കൃത്യമായൊരു സൂത്രധാരൻ, ഇതിൻ്റെ പിന്നിൽ ബോധപൂർവം സംവിധാനിച്ച ഒരു ഡിസൈനർ ഉണ്ട് എന്ന് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കങ്കാരു എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ വലുപ്പം അല്ലെങ്കിൽ മനുഷ്യനേക്കാൾ ഹൈറ്റ് കൂടിയ ഒരു ജീവിയാണ് കങ്കാരു എന്ന് പറയുന്നത്. പക്ഷേ കങ്കാരു, മനുഷ്യനെ നമുക്കറിയാം 8-9 മാസത്തിലധികം 10 മാസത്തോളം ഗർഭം ചുമന്നുകൊണ്ടാണ് കുട്ടിയുടെ വളർച്ച പൂർത്തിയാകുന്നത്. പക്ഷേ ഇത്രയും വലിയ ജീവിയായ കങ്കാരുവിൻ്റെ കുഞ്ഞ് പ്രസവിക്കുന്നത് കേവലം 1 മാസം കൊണ്ടാണ്. അഥവാ വയറ്റിൽ ഗർഭാശയത്തിൽ 1 മാസത്തെ മാത്രം വളർച്ചയാണ് ഈ കങ്കാരു കുഞ്ഞിന് പ്രസവിച്ചു വീഴുമ്പോൾ ഉണ്ടാകുന്നത്. അതിൻ്റെ ഉള്ളിൽ ആന്തരികമായി നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഉണ്ടാകുന്ന മറ്റൊരു അത്ഭുതം, എല്ലാ ജീവജാലങ്ങൾക്കും, പ്രസവിക്കുന്ന ജീവജാലങ്ങൾക്ക്, സസ്തനികൾക്കൊക്കെ അതിൻ്റെ പ്രസവിക്കുന്ന സമയത്ത് മറുപിള്ള പ്ലസൻറ്റ ഉണ്ട് എന്ന് നമുക്കറിയാം. അതിൽ നിന്നാണ് കുട്ടിക്ക് ആവശ്യമായ പോഷകങ്ങളും രക്തവും വൈറ്റമിൻസുകളൊക്കെ ലഭ്യമാകുന്നത്. അതേ സമയത്ത് കങ്കാരുവിന് ഇത്തരം ഒരു പ്ലസൻറ്റ തന്നെയില്ല. നേരിട്ട് ഗർഭാശയത്തിൽ നിന്ന് രക്തം വലിച്ചെടുത്തുകൊണ്ടാണ് ഈ കങ്കാരു പ്രസവിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ വളർച്ച 1 മാസമാകുന്നത്. ഈ 1 മാസം മാത്രം പ്രായമുള്ള, വളർച്ച പൂർത്തിയാവാത്ത, കണ്ണ് തുറക്കാത്ത, അങ്ങനെ എല്ലുകളും എല്ലാം ശോഷിച്ച അവസ്ഥയിൽ 1 മാസം പ്രായമുള്ള കേവലം 2 സെന്റിമീറ്റർ മാത്രം വലുപ്പമുള്ള ഒരു കുട്ടിയെയാണ് കങ്കാരു ആദ്യം പ്രസവിച്ചു വീഴുന്നത്. 1 ഗ്രാം മാത്രമാണ് ഇതിൻ്റെ ഭാരം എന്ന് പറയുന്നത്. ഈ ഇത്രയും ചെറിയ കങ്കാരു കുട്ടി പ്രസവിച്ചു വീഴുമ്പോൾ അതിന് തൻ്റെ വളർച്ച പൂർത്തിയായിട്ടില്ലെന്ന് മനസ്സിലാവുകയാണ്. അതിന് ഭക്ഷണം ആവശ്യമുള്ളത് തൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഒരു അറയുണ്ട്, അവിടെ തനിക്ക് വേണ്ട നിപ്പിളുണ്ട് എന്ന സന്ദേശം ആരോ അതിന് നൽകുകയാണ്. പ്രസവിച്ച ഉടനെ ആ കുട്ടി തൻ്റെ അമ്മയുടെ ശരീരത്തിൽ വയറിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ മെല്ലെ 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 തൻ്റെ കുഞ്ഞു കാലുകൾ ഉപയോഗിച്ച് കമ്പിളി പോലെയുള്ള അമ്മയുടെ ശരീരത്തിൻ്റെ രോമകൂപങ്ങൾക്കിടയിൽ നുഴഞ്ഞ് മുകളിലേക്ക് കയറുന്നത് നമുക്കതിൻ്റെ വീഡിയോകൾ കാണാൻ സാധിക്കും. ഇങ്ങനെ കയറി തൻ്റെ അമ്മയുടെ മുകളിലേക്ക് ദിവസങ്ങൾ എടുത്തുകൊണ്ട് കയറി തൻ്റെ സഞ്ചിയിലേക്ക്, അമ്മയുടെ സഞ്ചിയിലേക്ക് കുഞ്ഞ് വീഴുകയാണ്. വീണ ഉടനെ ആ വയറ്റിൻ്റെ അറയുടെ ഉള്ളിലുള്ള ഒരു സിറിഞ്ചിൻ്റെ തലപ്പ് പോലെ ചെറിയ പാൽ ചുരത്താൻ കഴിയുന്ന ഒരു നിപ്പിൾ, ആ നിപ്പിളും വായിലിട്ടുകൊണ്ട് ആ ചെറിയ കുട്ടി നിൽക്കുകയാണ്. ഞാൻ ഈ ഉദാഹരണം പറയാനുള്ള ഒരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ മുമ്പൊരു വ്യക്തിയോട് സംസാരിച്ചപ്പോൾ സാധാരണ ഒരു മനുഷ്യൻ്റെ ഗർഭാശയം എത്ര സംവിധാനത്തോടു കൂടിയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവും. ഒരു പുരുഷനിൽ നിന്ന് പുറപ്പെടുന്ന സ്പേം, ആ സ്പേം ഗർഭാശയത്തിൽ നിന്ന് ഫെലോപ്പിയൻ ട്യൂബിലൂടെ ഓവറിയുടെ അടുത്തേക്ക് തനാനെ സഞ്ചരിക്കുകയാണ്. അതിന് ഒരു ജീവി എന്ന് പറയാൻ പോലും വലുപ്പമില്ലാത്ത അത്രയും ചെറിയ ഏക കോശമാണ് ഈ സ്പേം എന്ന് പറയുന്നത്.
ഈ സ്പേം സഞ്ചരിച്ചുകൊണ്ട് പിന്നെ ഈ ഓവറിയിലേക്ക് എത്തുമ്പോൾ അതിനാരാണ് ഇവിടേക്ക് സഞ്ചരിക്കണമെന്ന് നിർദ്ദേശം കൊടുത്തത് എന്നൊരാലോചന പറഞ്ഞപ്പോൾ ഒരാളൊരു ഖണ്ഡനം പറഞ്ഞു. അത് വലിയൊരു അത്ഭുതമൊന്നുമില്ല. കാരണം കോടിക്കണക്കിന് കോശങ്ങളാണ്, പൊൻബീജങ്ങളാണ് ഗർഭാശയത്തിലേക്ക് വരുന്നത്. അപ്പൊ കാണുന്ന എല്ലാ ഹോൾസിലൂടെയും കയറി പോവാൻ, എല്ലാ ഭാഗത്തുകൂടെയും സഞ്ചരിക്കുകയാണ്. അങ്ങനെ കുറെ സഞ്ചരിച്ചപ്പോൾ കുറെ എണ്ണം എന്താവും, ഓവറിയിലേക്ക്, അണ്ടാശയത്തിലേക്ക് എത്തും. അവിടെയുള്ള ഓവവുമായി കൂടിച്ചേർന്ന് പിന്നെ ഫെർട്ടിലൈസേഷൻ നടക്കുന്നു. അങ്ങനെ കുട്ടി രൂപപ്പെടുന്നു. സത്യത്തിൽ അവിടെ ഒരുപാട് അത്ഭുതങ്ങളും വേറെയുണ്ട്. ഞാൻ കഷ്ടപ്പെട്ടത് സമർത്ഥിക്കാൻ ശ്രമിക്കുന്നില്ല. ലളിതമായ ഒരു ഉദാഹരണം മറ്റൊന്ന് പറഞ്ഞതാണ്. ഇവിടെ അനേകം കോടികൾ പിന്നെ കുട്ടികളല്ല പിറക്കുന്നത്, ഒരൊറ്റ കുട്ടിയാണ്. ഈ പ്രസവിച്ച കുട്ടി കൃത്യമായി അമ്മയുടെ ശരീരത്തിലൂടെ പിടിച്ച് കയറി മുകളിലേക്ക് പോവുകയാണ്. ആ കുട്ടിക്ക് പിടിച്ചു കയറാൻ പറ്റുന്ന രൂപത്തിൽ അമ്മ തൻ്റെ ആ വഴി ഇങ്ങനെ നാവ് കൊണ്ട് നനച്ചു കൊടുക്കുകയാണ്. അങ്ങനെ അറയിൽ വീണ കുട്ടി, കേവലം 1 മാസം പ്രായമുള്ള കുട്ടി, നിപ്പിളിൽ നിന്ന് പാല് ചുരത്തി. അതും ആ കുട്ടിക്ക് വലിച്ചു കുടിക്കാനുള്ള ശേഷി പോലും ഇല്ല. ആ കുട്ടിക്ക് അമ്മ തൻ്റെ മസിലുകൾ ഉപയോഗിച്ചുകൊണ്ട് പാലിനെ എത്തിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആ അറക്കുള്ളിൽ സുഗമമായി മാസങ്ങളോളം, 5-6 മാസങ്ങൾ, പിന്നെ 4 മാസം കഴിഞ്ഞിട്ടാണ് കുട്ടി തലയൊന്ന് പുറത്തു പോലും വിടുക. അതുവരെ ഈ അറക്കകത്ത് തന്നെ നിൽക്കും. തൻ്റെ കുട്ടിയുടെ പാൽ കുടിക്കുന്ന പ്രായം കഴിയുന്നതിന് മുമ്പ് കങ്കാരുവിൻ്റെ തള്ള വീണ്ടും അടുത്ത ഗർഭം ചുമന്ന് അടുത്ത ഗർഭം പ്രസവിക്കും. രണ്ടാമതൊരു കുട്ടി കൂടി ഇതേ അറയിലേക്ക് ഇതേപോലെ കയറി വരികയാണ്. കയറി വന്നിട്ട് വലിയ കുട്ടിയുടെ കാലുകൊണ്ടൊരു ചവിട്ട് കൊണ്ടാൽ ചെറിയ കുട്ടി മിക്കവാറും ചത്തുപോകും. അതുകൊണ്ട് ചെറിയ കുട്ടിക്ക് വലിയ കുട്ടിയിൽ നിന്ന് സുരക്ഷിതത്വത്തോടുകൂടെ ഒരു സ്പെഷ്യൽ അറ ഈ സഞ്ചിക്കകത്ത് താനെ രൂപപ്പെടുകയാണ്. ആ അറക്കകത്ത് ഒരു ചെറിയ നിപ്പിൾ വീണ്ടും രൂപപ്പെടുകയാണ്. വലിയ കുട്ടിക്ക് കുളിക്കാനുള്ള വലിയ നിപ്പിളും അതിൽ കട്ടി കൂടിയ, അളവ് കൂടിയ പാല് ചുരത്തുമ്പോൾ അതേ സമയത്ത് അതേ അമ്മയുടെ അതേ സഞ്ചിക്കകത്ത് ചെറിയ നിപ്പിളിലൂടെ കനം കുറഞ്ഞ ഒരു പാല് വീണ്ടും പ്രസരിപ്പിക്കുകയാണ്. അതുകൊണ്ട് ആത്മാർത്ഥമായി, നിഷ്പക്ഷമായി നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ഈ കങ്കാരു കുഞ്ഞുവിന് 2 സെന്റിമീറ്റർ മാത്രം വലിപ്പമുള്ളപ്പോൾ, 1 ഗ്രാം മാത്രം ഭാരമുള്ളപ്പോൾ, 1 മാസം മാത്രം ഗർഭകാലത്തിൽ പ്രായമുള്ളപ്പോൾ, തലച്ചോറിന് വളർച്ചയില്ലാത്ത ഈ ഘട്ടത്തിൽ തനിക്ക് ഒരമ്മയുണ്ടെന്നും ആ അമ്മയുടെ ഉദരത്തിൽ ഒരു സഞ്ചിയുണ്ടെന്നും അതിൻ്റെ അകത്ത് പാലുണ്ടെന്നും എനിക്ക് മെല്ലെ കയറി പോയാൽ ഈ നനവിൻ്റെ മുകളിൽ ആ പാല് കുടിക്കാൻ കഴിയുമെന്നുമുള്ള സന്ദേശം നൽകിയതാരാണ്? ഇതൊക്കെ അവിചാരിതമായി, സ്വാഭാവികമായി താനെ അങ്ങ് സംഭവിച്ചു എന്ന് പറയുന്നതിന് ബുദ്ധിയുള്ള ഒരാൾക്ക് വിശ്വസിക്കാൻ കഴിയും? ഒരിക്കലും അത് സാധ്യമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇങ്ങനെ നമ്മുടെ ശരീരത്തെ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ, നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളെയും എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ, അതിൻ്റെയൊക്കെ അകത്ത് എത്ര സിസ്റ്റമാറ്റിക്കായ, വ്യവസ്ഥാപിതമായ രൂപത്തിലും ഘടനയിലുമാണ് അതിനെ സംവിധാനിച്ചിട്ടുള്ളത്. നമ്മുടെ കണ്ണ്, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കണ്ണിൻ്റെ ഷേപ്പും ആകൃതിയും അതിൻ്റെ സ്ഥാനവും ഒന്ന് നമ്മൾ ആലോചിച്ച് നോക്കൂ. കണ്ണ് ജസ്റ്റ് ഒന്ന് നെറ്റിയുടെ മുകളിലാണ് ഉള്ളതെങ്കിൽ വേഗം അവിടെ സ്പർശനമേറ്റ് അപകടമേറ്റ് കണ്ണ് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. കണ്ണിന് കൃത്യമായ സുരക്ഷിതത്വം ഉള്ള ഒരു സ്ഥലം വേണമെന്ന് മനസ്സിലാക്കി കണ്ണിൻ്റെ മുകളിൽ ഉറപ്പുള്ള ഒരു നെറ്റി പണിതിരിക്കുകയാണ്. അതിൻ്റെ നടുവിൽ ഉയർച്ചയുള്ള ഒരു മൂക്ക് സംഘടിപ്പിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ആ ചെറിയ ദ്വാരഭാഗത്ത് കണ്ണിനെ വളരെ വ്യവസ്ഥാപിതമായ രൂപത്തിൽ സംവിധാനിച്ചിരിക്കുന്നു. അതിന് ആഘാതങ്ങളൊന്നും പെട്ടെന്ന് ഏൽക്കുകയില്ല. ഇനിയും കണ്ണ് നമുക്കറിയാം, കാണാൻ ഓപ്പണായാൽ മതി. പക്ഷെ അതിൻ്റെ പുറത്ത് ഒരു കീറ് കൊടുത്ത് ചെറിയ തൊലി കൊണ്ട് കൺപോളകൾ തുറക്കാനും അടക്കാനും വളരെ അനായാസം സാധ്യമാകുന്ന വിധത്തിൽ സംവിധാനിക്കപ്പെട്ടത്. അത് എപ്പോഴും കണ്ണുകൾ ഇങ്ങനെ അടച്ചു തുറന്നുകൊണ്ട് കണ്ണിൻ്റെ പുറം ഭാഗം വളരെ വൃത്തിയും വളരെ ക്ലിയറുമായിരിക്കണം എന്നുള്ളതാണ്. നമുക്കറിയാം, ക്യാമറാമാൻ ഇടയ്ക്കിടയ്ക്ക് ക്യാമറയുടെ ലെൻസ് ഇങ്ങനെ തുടക്കുന്നത് കാണും. അത് എപ്പോഴും ക്ലിയർ ആയിരുന്നെങ്കിൽ, പൊടിപടലങ്ങൾ ഇല്ലാതെ ശുദ്ധമായിരുന്നെങ്കിൽ മാത്രമാണ് വളരെ കൃത്യതയോടെ കാഴ്ച സാധ്യമാവുള്ളൂ. അതുകൊണ്ട് എപ്പോഴും നമ്മുടെ സംസാരത്തിനിടയിൽ ഇങ്ങനെ കണ്ണ് അടച്ചു തുറന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കണ്ണ് അടയ്ക്കുന്നത് മാത്രം പോരാ, അതിനേക്കാളും വേഗത്തിൽ പൊടിപടലങ്ങൾ കണ്ണിലേക്ക് വീഴാതിരിക്കാൻ
അതിൻ്റെ ചുറ്റും കൃത്യമായി വരിനിരയായി രോമങ്ങൾ സംവിധാനിച്ചിരിക്കുകയാണ്. അവിടെ രോമങ്ങൾ മുളക്കാനുള്ള ഹോർമോണുകളും അത്തരം സ്പെഷ്യൽ കോശങ്ങളും സംവിധാനിച്ചിരിക്കുന്നു. തലയിൽ രോമം മുളക്കുന്നത് പോലെ ഇവിടെ 2 അറ്റത്തും 2 നിരകളായിട്ട് രോമങ്ങൾ. ഈ രോമം തന്നെ തലമുടി പോലെ ഇങ്ങനെ വളർന്ന് വളർന്ന് ദീർഘമായി വരുന്നില്ല. അതിന് കൃത്യമായ അളവിൽ ആ രോമത്തിൻ്റെ വളർച്ച അവിടെ നിൽക്കുകയാണ്. താനെ വളർന്ന് കറക്റ്റ് അളവിൽ അത് സ്റ്റോപ്പ് ആവുകയാണ്. ഇനിയും അത് വളരുന്നില്ല. എത്ര കൃത്യമായ അളവിലാണ് കാര്യങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കണ്ണിൻ്റെ ഷേപ്പ് നമുക്കറിയാം, ഒരു ഉരുണ്ട രൂപത്തിലാണുള്ളത്. അതിൻ്റെ അകത്ത് കോൺവെക്സ് ലെൻസാണുള്ളത്. എന്തുകൊണ്ടാണത്? കണ്ണ് നേരെ പരന്നിട്ടാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാവുക. നമുക്ക് ഇത്ര അളവിൽ മാത്രമേ കാണാൻ കഴിയുള്ളൂ. ഈ ഒരു വലുപ്പത്തിൽ മാത്രമേ നമുക്ക് വസ്തുക്കളെ കാണാൻ കഴിയുള്ളൂ. ഇപ്പൊ നമുക്ക് ഈ ചെറിയൊരു കണ്ണുകൊണ്ട് ഈ ചുറ്റുഭാഗം ഒന്നാകെ നമുക്ക് ഒരേ സമയം കാണാൻ കഴിയുന്നുണ്ട്. അത് ഈ ഉരുണ്ട ഷേപ്പിലുള്ള കണ്ണായതുകൊണ്ടാണ്. പരന്നിട്ടാണെങ്കിൽ ഒരാളെ നോക്കണമെങ്കിൽ ഇങ്ങനെ കറങ്ങി നോക്കേണ്ടി വരുമായിരുന്നു. അപ്പൊ കാഴ്ച ഏറ്റവും വേണ്ട വിധത്തിൽ തന്നെ നമ്മുടെ കണ്ണിനെ ക്രമീകരിച്ചിരിക്കുന്നു. ഇനി അതിൻ്റെ അകത്തേക്ക് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ കണ്ണിനെ നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും. ഫോക്കസ് ചെയ്യാൻ യഥാർത്ഥത്തിൽ 2 കണ്ണ് ആവശ്യമാണ്. നമ്മുടെ ഫോൺ ക്യാമറകൾ ഒന്നിലധികം ലെൻസുകൾ ഉണ്ടാകുമ്പോഴാണ് ഒരു സ്ഥലത്തെ ഫോക്കസ് ചെയ്യാൻ പറ്റുകയുള്ളൂ. നമുക്ക് ദൂരങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നത്, അടുത്തുള്ള വസ്തുവും അകലെയുള്ള വസ്തുവും അതിൻ്റെ അകലം ഡിറ്റക്ട് ചെയ്യാൻ കഴിയുന്നത്, തലച്ചോറിന് അത് പഠിച്ചെടുക്കാൻ കഴിയുന്നത് 2 കണ്ണുകൾ കൊണ്ട് ഫോക്കസ് ചെയ്യുന്നത് കൊണ്ടാണ്. അതിന് നമുക്ക് 2 കണ്ണുകൾ തന്നു. ഇങ്ങനെ എങ്ങനെയാണോ ഏറ്റവും ആവശ്യവും ഏറ്റവും സിസ്റ്റമാറ്റിക്കുമായ രീതി, അങ്ങനെ തന്നെ നമ്മുടെ കണ്ണിനെ സംവിധാനിച്ചിരിക്കുന്നു. അതിൻ്റെ ആന്തരിക അവയവങ്ങൾ എടുത്തു നോക്കിയാൽ റെറ്റിനയിൽ ഇതിൻ്റെ പ്രതിബിംബം പതിക്കുന്നതും അവിടെ ബ്ലൈൻഡ് സ്പോട്ട്, അന്ധബിന്ദു, പീതബിന്ദു, അതിൻ്റെ ഇടയ്ക്കുള്ള കോശങ്ങൾ, റോഡ് കോശങ്ങൾ, കോൺ കോശങ്ങൾ, വ്യത്യസ്തമായ സെല്ലുകളിൽ നടക്കുന്ന ഇലാസ്തിക പ്രയോഗങ്ങൾ, നമ്മുടെ ഓട്ടോ ലൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മുടെ കണ്ണിനുണ്ട്. ഇരുട്ടുള്ള സമയത്ത് ആ ഇരുട്ടിൽ ചെറിയ വെളിച്ചം കാണാനുള്ള രൂപത്തിൽ നമ്മുടെ കണ്ണ് പാകപ്പെടുന്നു. നല്ല ബ്രൈറ്റ്നെസ് ഉള്ള സമയത്ത് നമ്മുടെ കണ്ണ് ആ രൂപത്തിൽ പാകപ്പെടുന്നു. ഇങ്ങനെ എല്ലാ സംവിധാനങ്ങളോടു കൂടെയുമാണ് നമ്മുടെ ഒരു കണ്ണ് പ്രവർത്തിക്കുന്നത്. ഇതുപോലെ അത് തലച്ചോറിലേക്ക് സന്ദേശങ്ങൾ കൈമാറുന്ന ന്യൂറോൺ സിസ്റ്റം വളരെ അത്ഭുതകരമാണ്. ആ ന്യൂറോണിൻ്റെ പാർട്ടുകളൊക്കെ നമുക്ക് സ്കൂളിൽ ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുന്നതാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇങ്ങനെ ഓരോ അവയവങ്ങളും നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഒളിച്ചിരിക്കുന്ന അത്ഭുതങ്ങൾ, കൃത്യത, വ്യവസ്ഥാപിതമായ രൂപം എത്ര കണ്ട് അത്ഭുതകരമാണ് എന്ന് നമ്മൾക്ക് അത്ഭുതപ്പെട്ടു പോവുകയാണ്. ചുരുക്കി പറഞ്ഞാൽ ഇതൊന്നും താനെ രൂപപ്പെടുകയില്ല. ഇതിൻ്റെ പിന്നിൽ കൃത്യമായൊരു ഡിസൈനർ, ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു ഡിസൈനർ ആവശ്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കേവലം ഇത്തരം ജീവജാലങ്ങളെയും അവയവങ്ങളെയും മാത്രം എടുത്ത് പരിശോധിച്ച് നോക്കിയാലാണോ യഥാർത്ഥത്തിൽ ഇൻ്റലിജൻ്റ് കോംപ്ലക്സിറ്റി കിട്ടുക? അല്ല. നമ്മളൊന്ന് നന്നായി വിശകലനം ചെയ്ത് നോക്കുകയാണെങ്കിൽ ലോകത്തെ ഓരോ മണൽത്തരിയും ഒരു ഇൻ്റലിജൻ്റ് കോംപ്ലക്സിറ്റിയാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഒരു മണൽത്തരി എടുത്താൽ, ഒരു ജലത്തിൻ്റെ ചെറിയ തുള്ളി എടുത്താൽ, അതൊരുപാട് വാട്ടർ എന്ന തന്മാത്രകൾ, മോളിക്യൂൾ കൂടിച്ചേർന്നുകൊണ്ടാണ് ഒരു തുള്ളി വെള്ളം ഉണ്ടാകുന്നത്. ലക്ഷക്കണക്കിന് തന്മാത്രകൾ ചേർന്നുണ്ട്. ഒരു മോളിക്യൂൾ, ഒരു വെള്ളത്തിൻ്റെ തുള്ളി, അതിൻ്റെ ഏറ്റവും ചെറിയ പൊടി അതെടുത്ത് സൂം ചെയ്ത് നോക്കിയാൽ അതിൻ്റെ അകത്ത് 2 ഹൈഡ്രജനും 1 ഓക്സിജനും കാണാൻ കഴിയും. ഈ ഒരു ഓക്സിജനെ നമ്മൾ സൂം ചെയ്ത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിൽ ഒരുപാട് പ്രോട്ടോണുകളും ഇലക്ട്രോണുകളും അടങ്ങുന്ന ന്യൂക്ലിയസ്, അതിനു ചുറ്റും കറങ്ങുന്ന ഇലക്ട്രോണുകൾ, ഇങ്ങനെ തുടങ്ങി ആ പ്രോട്ടോണിൻ്റെയും അകത്തേക്ക് പരിശോധിച്ച് നോക്കുമ്പോൾ ക്വാർക്കുകൾ, അപ്പ് ക്വാർക്കുകൾ, ഡൗൺ ക്വാർക്കുകൾ, ഇങ്ങനെ പ്രപഞ്ചത്തിലെ ഓരോ മണൽത്തരിയുടെയും ഉള്ളിൽ പ്രവിശാലമായ ഒരു പ്രപഞ്ചം ഒതുങ്ങിയിട്ടുണ്ട് എന്ന് നമുക്ക് കെമിസ്ട്രി പഠിക്കുമ്പോൾ, ഫിസിക്സ് പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ പ്രപഞ്ചത്തിലുള്ള എല്ലാം വളരെ അളന്നു തൂക്കിയ ക്രമീകരണത്തോടുകൂടെ ബുദ്ധിപരമായ വ്യവസ്ഥയിലാണ് സംവിധാനിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഏതെങ്കിലും അവയവത്തിൻ്റെ ഉപകാരങ്ങളോ അല്ലെങ്കിൽ ചില ഭാഗങ്ങളുടെ അതിൻ്റെ
പിന്നിലുള്ള രഹസ്യങ്ങളോ നമുക്കറിയില്ല എന്ന് കരുതി ഇതൊക്കെ വെറുതെയാണ് എന്ന് വിടുവാഹിത്വം പറയുന്നവരോട് സഹതപിക്കാൻ മാത്രമേ നമുക്ക് കഴിയുകയുള്ളൂ. ഇൻഷാ അല്ലാഹ് ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെടാറുണ്ട്. അതിനുള്ള ഉത്തരങ്ങളിലേക്ക് അടുത്ത സെഷനുകളിൽ കടന്നു വരാം.